എ കെ ബാലന്റെ വിവാദ പ്രസ്താവനയെ തള്ളി സിപിഐഎം. എ കെ ബാലന്റെ പരാമർശം നിരുത്തരവാദപരമെന്ന് എം വി ഗോവിന്ദൻ. സാങ്കല്പിക ചോദ്യത്തിന് സാങ്കല്പിക ഉത്തരം നൽകിയെന്നും വിമർശനം. പാർട്ടി അതിനെ തള്ളിക്കളയുന്നുവെന്നും എം വി ഗോവിന്ദൻ. ജമാഅത്തെ ഇസ്ലാമിക്കെതിരായ എ കെ ബാലന്റെ പ്രസ്താവനയെ പിന്തുണച്ച് മുഖ്യമന്ത്രി. മാറാട് കലാപം ഓർമ്മിപ്പിക്കുക മാത്രമാണ് ബാലൻ ചെയ്തത്. എതിർക്കുന്നത് വർഗീയതയെ, ഏതെങ്കിലും മതവിഭാഗത്തെയല്ല. ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ പറയുന്നത് മുസ്ലിം വിഭാഗത്തിനെതിരല്ല. രാജീവ് ചന്ദ്രശേഖരനും ഞങ്ങൾക്കും ഒരേ ശബ്ദമെന്നും പിണറായി. നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് കേന്ദ്രത്തിനെതിരെ സത്യാഗ്രഹ സമരം പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി. കേന്ദ്രത്തിന്റെ സാമ്പത്തിക ഉപരോധത്തിനെതിരെ പ്രതിഷേധം. ക്രൈസ്തവരുടെ ഉന്നമനത്തിനുള്ള ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ടിന്മേൽ ഫെബ്രുവരി 6 ന്യൂനപക്ഷ സംഘടനകളുടെ യോഗം. മിഷൻ 110 സാധ്യമെന്ന് പിണറായി വിജയൻ. കൂടുതൽ സീറ്റോടെ LDF വീണ്ടും അധികാരത്തിലെത്തും. തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായത് പ്രാദേശിക തിരിച്ചടി. 10 വർഷമായി കേരളം അനുഭവിക്കുന്നത് സർവ്വതല വികസനമെന്നും മുഖ്യമന്ത്രി. തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ സിറോ മലബാർ സഭ ആസ്ഥാനത്തെത്തി പ്രതിപക്ഷ നേതാവിന്റെ നിർണായക കൂടിക്കാഴ്ച. മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലുമായി ചർച്ച നടത്തിയത് സിനഡ് ചേരുന്നതിനിടെ. അത്താഴ വിരുന്നിലും പങ്കെടുത്ത സതീശൻ. കൂടിക്കാഴ്ചയിൽ അസ്വാഭാവികതയില്ല എന്ന് രമേശ് ചെന്നിത്തല. KN ബാലഗോപാലിൽ നിന്ന് കൊട്ടാരക്കര പിടിച്ചെടുക്കാൻ അഖിൽ മാരാരെ കളത്തിലിറക്കാൻ കോൺഗ്രസ് ആലോചന. പരിചിത മുഖമായ അഖിലിന് വിജയസാധ്യതയെന്ന് വിലയിരുത്തൽ. ബേപ്പൂരിൽ PV അൻവറിനെ പരിഗണിക്കുന്നതിൽ കോഴിക്കോട്ടെ കോൺഗ്രസിൽ അതൃപ്തി. 17 സീറ്റുകളിൽ ആവശ്യപ്പെടാൻ യൂത്ത് കോൺഗ്രസ്. OJ ജനീഷിന് കൊടുങ്ങല്ലൂരും അബിൻ വർക്കിക്ക് ആറന്മുളയും ആവശ്യം. കോൺഗ്രസ് വിട്ടുവന്ന P സരിന് വിജയസാധ്യതയുള്ള സീറ്റ് പരിഗണിച്ച് CPIM. സിറ്റിംഗ് സീറ്റുകളായ ഒറ്റപ്പാലത്തോ ഷൊർണൂരോ മത്സരിച്ചേക്കും. NCPയിൽ സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞു. എലത്തൂരിൽ AK ശശീന്ദ്രനും കുട്ടനാട് തോമസ് K തോമസും മത്സരിക്കും. കോഴിക്കോട് ജില്ലയിൽ സീറ്റ് വേണമെന്ന് കേരള കോൺഗ്രസ് M. നിയമസഭാ തെരഞ്ഞെടുപ്പ് കളത്തിൽ ഇക്കുറി 2 വനിതാ സ്ഥാനാർത്ഥികളെ പരിഗണിക്കാൻ മുസ്ലിം ലീഗ്. ജയന്തി രാജനും സുഹറ മമ്പാടും മത്സരിച്ചേക്കും. കളമശ്ശേരി, തിരൂരങ്ങാടി മണ്ഡലങ്ങൾ പരിഗണനയിൽ. മുതിർന്ന നേതാവ് PJ കുര്യനെതിരെ തിരുവല്ല നഗരത്തിൽ സേവ് UDFന്റെ പേരിൽ പോസ്റ്റർ. ഇടത് സഹയാത്രികൻ റെജി ലൂക്കോസ് ഇരുട്ടി വെളുത്തപ്പോൾ BJPയിൽ. ചാനലുകളിൽ CPIMനായി വാദിച്ച റെജിയെ ഷോൾ അണിയിച്ച് സ്വീകരിച്ച രാജീവ് ചന്ദ്രശേഖർ. ദ്രവിച്ച ആശയങ്ങൾക്ക് പ്രസക്തിയില്ല എന്ന് റെജി. പാർട്ടിയുടെ ഒരു ഘട്ടത്തിലും മെമ്പറല്ല എന്ന് CPIM കോട്ടയം ജില്ലാ സെക്രട്ടറി TR രഘുനാഥ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ D മണിക്ക് ക്ലീൻ ചിറ്റ് നൽകിയ SIT. കവർച്ചയിൽ പങ്കില്ല എന്ന് ഹൈക്കോടതിയിൽ റിപ്പോർട്ട്. തിരുവനന്തപുരത്തെത്തിയത് സ്വകാര്യ ആവശ്യത്തിനെന്ന് കണ്ടെത്തൽ. ദേവസ്വം മുൻ സെക്രട്ടറി S ജയശ്രീയും ചോദ്യമുനയിൽ. ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഹാജരായി. SITക്ക് ക്ലീൻ ചിറ്റ് നൽകിയ നിലപാട് തിരുത്തി രമേശ് ചെന്നിത്തല. ലോക പ്രശസ്ത പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാധവ് ഗാഡ്ഗിലിന് വിട. അന്ത്യം. പുനെയിൽ ചികിത്സയിലിരിക്കെ. പശ്ചിമഘട്ട പരിസ്ഥിതി സംരക്ഷണത്തിനായി നിരന്തരം നിലകൊണ്ട പരിസ്ഥിതി സ്നേഹി. ഐക്യരാഷ്ട്രസഭയുടെ പരമോന്നത പുരസ്കാരം തേടിയെത്തി. മടങ്ങിയത് രാജ്യത്ത് ജനകീയ പരിസ്ഥിതി പ്രസ്ഥാനങ്ങൾക്ക് രൂപം കൊടുത്ത ശാസ്ത്രജ്ഞൻ. കോന്നിയിൽ ശബരിമല തീർത്ഥാടകരുടെ ബസ്സിന് പിന്നിൽ ഓട്ടോ ഇടിച്ച അപകടം. അപകടത്തിൽ ഓട്ടോ ഡ്രൈവർ സുജിമോന് പരിക്ക്. ഇയാളെ കോന്നി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നാഗർകോവിൽ സ്വദേശികളാണ് ബസ്സിലുണ്ടായിരുന്നത്. നിയമസഭാ പുസ്തകോത്സവത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികളുടെ മാതൃകാ നിയമസഭ സംഘടിപ്പിച്ചു. സംസ്ഥാനത്തെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള 153 വിദ്യാർത്ഥികൾ നിയമസഭാ സാമാജികരായി. സംസ്ഥാനത്ത് വർദ്ധിക്കുന്ന ലഹരി ഉപയോഗം എന്ന വിഷയത്തിൽ സാങ്കല്പിക നിയമസഭാ യോഗം ചേർന്നു. മാതൃകാ നിയമസഭാ സ്പീക്കർ AN ഷംസീർ ഉദ്ഘാടനം ചെയ്തു. കൗതുകമുണർത്തി കോഴിക്കോട് നാടൻ പശുക്കളുടെ അപൂർവ പ്രദർശനം. സദേൺ ഡയറി ആൻഡ് ഫുഡ് കോൺക്ലേവിന്റെ ഭാഗമായി ഒരുക്കിയ പ്രദർശനമാണ് ജനശ്രദ്ധയാകർഷിച്ചത്. ഗുജറാത്തിൽ നിന്നുള്ള ഗിർ, കാൻക്രജ്, ആന്ധ്രയിൽ നിന്നുള്ള പുങ്കന്നൂർ, കർണാടകയിലെ കൃഷ്ണവാലി തുടങ്ങി കേരളത്തിന്റെ സ്വന്തം ഇനങ്ങളായ വെച്ചൂർ, കാസർഗോഡ് കുള്ളൻ എന്നിവയും പ്രദർശനത്തിനെത്തി. ക്യാൻസർ ബാധിതയായ 2 വയസ്സുകാരിയുടെ ചികിത്സയ്ക്ക് സഹായവുമായി ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി. വയനാട് കമ്പളക്കാട് സ്വദേശി ആയിഷ ഫിൽസിയുടെ മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി 10 ലക്ഷം രൂപ ധനസഹായം കൈമാറി. കുട്ടി ചികിത്സയിൽ കഴിയുന്ന കോഴിക്കോട് MVR ക്യാൻസർ സെന്ററിലെത്തിയാണ് ധനസഹായം കൈമാറിയത്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ C സദാനന്ദൻ MPയെ വീട്ടിലെത്തി സന്ദർശിച്ചു. ഇന്ന് വൈകുന്നേരം 4ഓടെയാണ് ഗവർണർ മട്ടന്നൂരിലെ വീട്ടിലെത്തിയത്. 15 മിനിറ്റോളം വീട്ടിൽ ചെലവഴിച്ച ഗവർണർ C സദാനന്ദന്റെ കുടുംബങ്ങളോട് കുശലാന്വേഷണം നടത്തുകയും നാട്ടുകാരോടൊപ്പം ഫോട്ടോകൾ എടുക്കുകയും ചെയ്താണ് മടങ്ങിയത്. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ സംഘടിപ്പിച്ച പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കുള്ള മാധ്യമ
ശില്പശാല മലപ്പുറം നിലമ്പൂരിൽ നടന്നു. ജില്ലാ കളക്ടർ VR വിനോദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാർ പദ്ധതികളും മാധ്യമരംഗത്തെ പുതുമകളുമാണ് ശില്പശാലയിൽ പ്രധാനമായും ചർച്ച ചെയ്തത്. കുഷ്ഠരോഗത്തെ പൂർണ്ണമായി ഇല്ലാതാക്കുന്നതിനായി നടത്തുന്ന അശ്വമേധം 7.0 മലപ്പുറം ജില്ലയിൽ തുടക്കമായി. കുഷ്ഠരോഗ നിർണയ ഭവന സന്ദർശന പരിപാടിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജബ്ബാർ ഹാജി ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം നഗരസഭാ വൈസ് ചെയർമാൻ ജിതേഷ് ജി അനിൽ അധ്യക്ഷത വഹിച്ചു. മലപ്പുറം നിയോജക മണ്ഡലത്തിൽ നടപ്പാക്കി വരുന്ന ജൽജീവൻ മിഷൻ കുടിവെള്ള പദ്ധതികളുടെയും വിവിധ പൊതുമരാമത്ത് പ്രവൃത്തികളുടെയും പുരോഗതികൾ P. ഉബൈദുള്ള MLA അധ്യക്ഷതയിൽ അവലോകനം ചെയ്തു. പുൽപ്പറ്റ, മൊറയൂർ, പൂക്കോട്ടൂർ സമഗ്ര കുടിവെള്ള പദ്ധതിയുടെ 22 ലക്ഷം ലിറ്റർ സംഭരണശേഷിയുള്ള കൊട്ടമ്മൽ ടാങ്കിന് 20 സെന്റ് സ്ഥലത്തിനുള്ള ഫണ്ട് നൽകാൻ 3 പഞ്ചായത്തുകളും ധാരണയായി. അനീതിയെ സാധാരണവൽക്കരിക്കുന്ന കാലഘട്ടത്തിൽ ഇടതുപക്ഷ പ്രതിരോധം ഉയരണമെന്ന് എഴുത്തുകാരിയും സാമൂഹിക പ്രവർത്തകയുമായ സൈറ ഷാ ഹലീം കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ ഭാഗമായി റീക്ലെയിമിംഗ് ദ ഡിസ്കോഴ്സ് ഹൗ എ സ്ട്രോങ് ലൈഫ് ക്യാൻ ഓഫർ ഇന്ത്യ എ റിയൽ പൊളിറ്റിക്കൽ നറേറ്റീവ് എന്ന വിഷയത്തിൽ സംസാരിക്കുകയായിരുന്നു. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഈ പോരാട്ട വീര്യം പ്രതിഫലിപ്പിക്കണമെന്ന് സൈറ ഷാ ഹലീം. മലപ്പുറം താലൂക്ക് ആശുപത്രിയിൽ സങ്കീർണമായ ശസ്ത്രക്രിയയിലൂടെ യുവതിയുടെ വയറ്റിൽ നിന്നും 4.28 കിലോ തൂക്കം വരുന്ന മുഴ വിജയകരമായി നീക്കം ചെയ്തു. കോട്ടയ്ക്കൽ സ്വദേശിയുടെ വയറ്റിൽ നിന്നാണ് ഗർഭപാത്രത്തോടൊപ്പം മുഴ നീക്കം ചെയ്തത്. 1 വർഷത്തോളമായി വയറുവേദനയായി ചികിത്സയിലായിരുന്നു ഇവർ. ശസ്ത്രക്രിയയ്ക്ക് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ അഭി അശോക്, ഡോക്ടർ ഹസ്ന പാറയിൽ, ഡോക്ടർ ആശിഷ് കൃഷ്ണൻ, ഡോക്ടർ V. ജയപ്രസാദ് എന്നിവർ നേതൃത്വം നൽകി. കണ്ണൂർ താളിപ്പറമ്പിൽ അശാസ്ത്രീയ മാലിന്യ സംസ്കരണം നടത്തിയ കഫേക്ക് 20,000 രൂപ പിഴ ചുമത്തി. ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് തളിപ്പറമ്പ് നഗരസഭാ പരിധിയിൽ നടത്തിയ പരിശോധനയിൽ റോളുഷ് കഫേ എന്ന സ്ഥാപനത്തിനാണ് പിഴ ചുമത്തിയത്. സ്ഥാപനത്തിൽ നിന്നുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പന്നി ഫാമിലേക്കുള്ള ഭക്ഷണാവശിഷ്ടങ്ങളുടെ കൂടെ കൊടുത്തുവിട്ടത് കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു പരിശോധന. കണ്ണൂർ ജില്ലാ സാക്ഷരതാ മിഷന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാ പഞ്ചായത്ത് ഭാരവാഹികൾക്ക് സ്വീകരണവും പദ്ധതി വിശദീകരണ ശില്പശാലയും സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ, വൈസ് പ്രസിഡന്റ് T. ഷബ്ന എന്നിവർ സാക്ഷരതാ മിഷന്റെ ആദരം ഏറ്റുവാങ്ങി. കല്യാണ സൗഗന്ധികം നാടകത്തിന്റെ 25ാം വാർഷികം ആഘോഷിച്ചു. സംസ്ഥാന കേരളോത്സവത്തിലും നിരവധി അഖില കേരള നാടകോത്സവങ്ങളിലും മികച്ച നാടകത്തിനുള്ള പുരസ്കാരം നേടിയിരുന്നു. മാങ്ങാട്ടിടം വോയിസ് ഓഫ് കിരാച്ചി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് 1999-2000 കാലഘട്ടത്തിൽ നാടകം അരങ്ങിലെത്തിയത്. കണ്ണൂർ മാടായി വടുകുന്ത ശിവക്ഷേത്ര മഹോത്സവത്തിന് സമാപനമായി. ഉത്സവത്തിന്റെ ഭാഗമായി ആനപ്പുറത്ത് ശിവേലി, തിടമ്പ്, നൃത്തം, പള്ളിവേട്ട എന്നിവ നടന്നു. ജനുവരി 3 മുതൽ 8 വരെ നടന്ന ഉത്സവത്തിൽ സമീപ പ്രദേശങ്ങളിൽ നിന്നടക്കമുള്ള നിരവധി പേരാണെത്തിയത്. ഇടുക്കി കുട്ടിക്കാനം മരിയൻ കോളേജ് സംഘടിപ്പിക്കുന്ന ഫെസ്റ്റ് സഹ്യ 2026 തുടക്കമായി. കോളേജ് മാനേജർ ഫാദർ ബോബി അലക്സ് മണ്ണംപ്ലാക്കൽ ഉദ്ഘാടനം ചെയ്തു. കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ അജിമോൻ ജോർജ് അധ്യക്ഷത വഹിച്ചു. കോഴിക്കോട് ഒളവണ്ണയിൽ നാഷണൽ പെർമിറ്റ് ലോറി റോഡരികിലെ വൈദ്യുതി പോസ്റ്റിലിടിച്ച് അപകടം. കമ്പിളിപ്പറമ്പ് റോഡ് ജംഗ്ഷനിലാണ് അപകടമുണ്ടായത്. ഇടിയുടെ ആഘാതത്തിൽ ഹൈടെൻഷൻ ലൈൻ കടന്നുപോകുന്ന വൈദ്യുതി പോസ്റ്റ് റോഡിലേക്ക് തകർന്നു വീണു. പ്രദേശത്ത് ഗതാഗതം 1 മണിക്കൂറിലേറെ തടസ്സപ്പെട്ടു. സംസ്ഥാന യുവജന കമ്മീഷൻ കോഴിക്കോട് നടത്തിയ ജില്ലാതല അദാലത്തിൽ 14 പരാതികൾ തീർപ്പാക്കിയതായി കമ്മീഷൻ ചെയർപേഴ്സൺ M. ഷാജർ. 26 പരാതികൾ പരിഗണിച്ചതിൽ 12 എണ്ണം അടുത്ത സിറ്റിംഗിലേക്ക് മാറ്റി. പുതുതായി 4 പരാതികൾ ലഭിച്ചു. കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി അംഗങ്ങളുടെ പ്രൊഫഷണൽ കോഴ്സിന് പഠിക്കുന്ന മക്കൾക്കുള്ള സൗജന്യ ലാപ്ടോപ്പ് വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ബോർഡ് ചെയർമാൻ CK ഹരികൃഷ്ണൻ നിർവഹിച്ചു. കോഴിക്കോട് നടന്ന ചടങ്ങിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ PR ശങ്കർ അധ്യക്ഷനായി. തൊഴിലാളികൾക്കുള്ള ആനുകൂല്യ വിതരണം ടെക്സ്ഫെഡ് ചെയർമാൻ PK മുകുന്ദൻ നിർവഹിച്ചു. ഭിന്നശേഷി തൊഴിൽ അന്വേഷകർക്കായി തൊഴിൽ മേള ഒരുക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ R. ബിന്ദു. ഭിന്നശേഷി പ്രതിഭകളുടെ സർഗോത്സവം സവിശേഷ കാർണിവൽ ഓഫ് ദി ഡിഫറന്റിന്റെ ഭാഗമായാണ് പദ്ധതി. ഈ മാസം 19 മുതൽ 21 വരെ തിരുവനന്തപുരത്ത് വെച്ചാണ് കാർണിവൽ നടക്കുന്നത്. 20-ന് വഴുതക്കാട് സർക്കാർ വനിതാ കോളേജിലാണ് ജോബ് ഫെസ്റ്റ്. ശ്രീനാരായണ ഗുരുവിന്റെ ജീവചരിത്രം എഴുതിയത് ഗുരുവിന്റെ കീർത്തി ദക്ഷിണേന്ത്യയ്ക്ക് പുറത്തെത്തിക്കുക എന്ന ഉദ്ദേശത്തോടെയെന്ന് ശശി തരൂർ. ഗുരുവിനെ ദക്ഷിണേന്ത്യയ്ക്ക് പുറത്ത് അധികം പേർ അറിയില്ല. അത് നികത്താൻ വേണ്ടിയാണ് ഗുരുവിനെക്കുറിച്ച് പുതുതായി പുസ്തകം രചിച്ചത്. നിയമസഭാ പുസ്തകോത്സവത്തിൽ വാക്കാൽ താണ്ടിയ ദൂരങ്ങൾ എന്ന സെഷനിൽ NE സുധീറുമായി സംസാരിക്കുകയായിരുന്നു തരൂർ.
ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി സംസ്ഥാനത്ത് നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ 42 പേരെ അറസ്റ്റ് ചെയ്തു. പ്രതികളിൽ നിന്നും MDMAയും ലഹരി വസ്തുക്കളും പിടിച്ചെടുത്തു. മയക്കുമരുന്ന് വിൽപ്പനയിൽ ഏർപ്പെടുന്നതായി സംശയിക്കുന്ന 1332 പേരെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കി. ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം ഉസ്താദിന്റെ 3ാം കേരള യാത്രയുടെ പ്രചരണാർത്ഥം തൃശൂരിൽ നടത്തിയ പ്രചാരണ യാത്ര സമാപിച്ചു. മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയത്തിൽ ജനുവരി 10-ന് ചാവക്കാട് നടക്കുന്ന പരിപാടിയോടനുബന്ധിച്ചാണ് യാത്ര നടത്തിയത്. ജില്ലയിലെ 9 സോണുകളിലായി 45 കേന്ദ്രങ്ങളിലായാണ് യാത്ര നടത്തിയത്. നാട്ടിക MLAയും CPI നേതാവുമായ CC മുകുന്ദന്റെ ജീവിതകഥ നിയമസഭാ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ വെച്ച് പ്രകാശനം ചെയ്തു. നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ, റവന്യൂ വകുപ്പ് മന്ത്രി K. രാജന് പുസ്തകം കൈമാറിയാണ് പ്രകാശനം നിർവഹിച്ചത്. തൃശൂർ അർബൻ റിസോഴ്സ് സെന്ററിന്റെ നേതൃത്വത്തിൽ ഭിന്നശേഷി വിഭാഗം കുട്ടികൾക്കായി ഹാപ്പി ഡേയ്സ് എന്ന പേരിൽ ദ്വിദിന സഹവാസ ക്യാമ്പ് ആരംഭിച്ചു. കോർപ്പറേഷൻ പരിധിയിൽ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന ക്യാമ്പ് തൃശൂർ കോർപ്പറേഷൻ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂരപ്പന് വഴിപാടായി പുതിയ 10 വാട്ടർ ട്രോളികൾ സമർപ്പിച്ച് ഭക്തൻ തിരുപ്പൂർ കറുവമ്പാളയം ആലങ്കാട് സ്വദേശിയും ചെന്നൈ സിൽക്സ് MDയുമായ A. പ്രസന്ന അങ്കുരാജാണ് വഴിപാട് സമർപ്പിച്ചത്. ക്ഷേത്ര ദർശനത്തിനായി പൊതുവരി നിൽക്കുന്ന ഭക്തർക്ക് കുടിവെള്ളം എത്തിക്കുന്നതിനാണ് വാട്ടർ ട്രോളികൾ സമർപ്പിച്ചത്. ഇന്ത്യയിൽ എഴുതപ്പെട്ടിട്ടുള്ള ഏറ്റവും വിപ്ലവകരമായ പുസ്തകം ഇന്ത്യൻ ഭരണഘടനയെന്ന് സാമൂഹിക നിരീക്ഷകനും എഴുത്തുകാരനുമായ സണ്ണി M. കപ്പിക്കാട്. കേരള നിയമസഭാ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തോടനുബന്ധിച്ച് നടന്ന ഭരണഘടനാ ധാർമ്മികത എന്ന വിഷയത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യൻ ഭരണഘടനയുടെ പ്രാധാന്യം ഓരോരുത്തരും തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്ക് യഥാർത്ഥ ജനാധിപത്യ സമൂഹമായി മാറാൻ കഴിയൂ എന്നും സണ്ണി M. കപ്പിക്കാട് കൂട്ടിച്ചേർത്തു. വനിതാ പ്രീമിയർ ലീഗ് ആവേശത്തിലേക്ക് ക്രിക്കറ്റ് പ്രേമികൾ. 4ാം സീസണിന് നാളെ നവി മുംബൈയിൽ കൊടിയേറ്റം. ആദ്യ മത്സരത്തിൽ മുംബൈയും ബംഗളൂരുവും ഏറ്റുമുട്ടും. ഇന്ത്യൻ ക്യാപ്റ്റൻ ഹർമൻപ്രീതും വൈസ് ക്യാപ്റ്റൻ സ്മൃതി മന്ദാനയും നേർക്കുനേർ. സ്പാനിഷ് സൂപ്പർ കപ്പ് ഫൈനലിൽ ബാഴ്സലോണയുടെ എതിരാളികളെ ഇന്നറിയാം. സൂപ്പർ പോരിൽ റയലും അത്ലറ്റിക്കോയും നേർക്കുനേർ. മത്സരം രാത്രി 12:30 ജിദ്ദയിൽ. ബാഴ്സ ഫൈനലിലെത്തിയത് ബിൽബാവോയെ 5 ഗോളിന് തകർത്ത്. വിജയ് ഹസാരെ ട്രോഫിയിൽ കേരളം ക്വാർട്ടർ കാണാതെ പുറത്ത്. നിർണായകമായ അവസാന മത്സരത്തിൽ തമിഴ്നാടിനോട് 77 റൺസിന്റെ തോൽവി. കേരളത്തെ മറികടന്ന് മധ്യപ്രദേശ് അവസാന 8-ൽ. ക്വാർട്ടർ ഫൈനൽ തിങ്കളാഴ്ച മുതൽ. വിജയ് ഹസാരെ ട്രോഫിയിൽ റെക്കോർഡുമായി സർഫറാസ് ഖാന്റെ വെടിക്കെട്ട്. മുംബൈ താരത്തിന് 15 പന്തിൽ അർദ്ധ സെഞ്ചുറി. ലിസ്റ്റ് എ ക്രിക്കറ്റിൽ അതിവേഗ അർദ്ധ സെഞ്ചുറി നേടുന്ന ഇന്ത്യക്കാരൻ. അഭിനന്ദിച്ച് ചെന്നൈ സൂപ്പർ കിങ്സ്. പുഷപ്പുമായി വിമർശകർക്ക് മറുപടി. ആഷസിലെ അവസാന ടെസ്റ്റിലും വിജയിച്ച ഓസ്ട്രേലിയ സിഡ്നിയിൽ ഇംഗ്ലണ്ടിനെ തകർത്തത് 5 വിക്കറ്റിന്. ട്രാവിസ് ഹെഡ് കളിയിലെ താരം. മിച്ചൽ സ്റ്റാർക്ക് പരമ്പരയിലെ താരം. അന്താരാഷ്ട്ര ക്രിക്കറ്റിനോട് വിട പറഞ്ഞു ഉസ്മാൻ ഖവാജ. ലോകകപ്പിനൊരുങ്ങുന്ന ഇന്ത്യക്ക് തിരിച്ചടി. വിജയ് ഹസാരെ ട്രോഫിക്കിടെ തിലക് വർമ്മയ്ക്ക് പരിക്ക്. ശസ്ത്രക്രിയയ്ക്ക് നിർദ്ദേശിച്ച് ഡോക്ടർമാർ. ന്യൂസിലൻഡിനെതിരായ പരമ്പര നഷ്ടമാകും. ലോകകപ്പിൽ തിരിച്ചെത്തുന്നതിലും ആശങ്ക. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന പരാതിയിൽ ഇന്ത്യൻ ഷൂട്ടിംഗ് പരിശീലകൻ അങ്കുഷ് ഭരദ്വാജിന് സസ്പെൻഷൻ. ദേശീയ റൈഫിൾ അസോസിയേഷന്റെ ആണ് നടപടി. ഡൽഹിയിലെ ദേശീയ ചാമ്പ്യൻഷിപ്പിനിടെയാണ് ഹോട്ടൽ മുറിയിൽ വെച്ച് 17-കാരിക്കെതിരെ അതിക്രമം ഉണ്ടായത്. ഹർമൻപ്രീത് കൗറിന്റെ ക്യാപ്റ്റൻസി മികവിനെ പ്രശംസിച്ച് ഇതിഹാസ താരവും മുംബൈ ഇന്ത്യൻസ് സഹപരിശീലകയുമായ ജൂലൻ ഗോസ്വാമി. ഇന്ത്യൻ ക്രിക്കറ്റിനായി ഹർമൻപ്രീത് നൽകിയ സംഭാവനകൾ അതുല്യമാണ്. സമീപഭാവിയിൽ ആർക്കും ആ റെക്കോർഡുകൾ മറികടക്കാനാകില്ലെന്നും ജൂലൻ പറഞ്ഞു. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള കേന്ദ്ര ബജറ്റ് ഫെബ്രുവരി 1-ന് അവതരിപ്പിക്കും. ചരിത്രത്തിൽ ആദ്യമായാണ് കേന്ദ്ര ബജറ്റ് ഞായറാഴ്ച ദിവസം അവതരിപ്പിക്കുന്നത്. ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യഘട്ടം ജനുവരി 28 മുതൽ ഫെബ്രുവരി 13 വരെയും 2ാം ഘട്ടം മാർച്ച് 9 മുതൽ ഏപ്രിൽ 2 വരെയുമാണ് ചേരുക. ബംഗ്ലാദേശിൽ തുണി ഫാക്ടറി ജീവനക്കാരനെ ആൾക്കൂട്ടം കൊലപ്പെടുത്തിയ സംഭവത്തിൽ മുഖ്യപ്രതി പിടിയിൽ. ആക്രമണം ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയതിൽ മുഖ്യ പങ്കുണ്ടെന്ന് കരുതപ്പെടുന്ന യാസിൻ അറാഫത്തിനെയാണ് അറസ്റ്റ് ചെയ്തത്. ഡിസംബർ 18-നാണ് ദീപുദാസ് കൊല്ലപ്പെട്ടത്. സാമ്പത്തിക നൊബേൽ ജേതാവ് അമർത്യ സെന്നിന് SIR ഹിയറിംഗിന് ഹാജരാകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നോട്ടീസ്. എന്യൂമറേഷൻ ഫോമിൽ നൽകിയ വിവരങ്ങളിൽ പൊരുത്തക്കേടുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അമർത്യ സെന്നിന് നോട്ടീസ് അയച്ചത്. ബംഗാളിലെ ബോൽപൂരിലെ ശാന്തി നികേതനിലുള്ള വീട്ടിലാണ് നോട്ടീസ് നൽകിയത്.
വ്യാജ സർക്കാർ ജോലി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിൽ ഇ ഡി റെയ്ഡ് നടന്നു. കേരളത്തിലെ എറണാകുളം, അടൂർ, പന്തളം ഉൾപ്പെടെ രാജ്യത്തെ പ്രധാനപ്പെട്ട 15 നഗരങ്ങളിലാണ് ഇ ഡി റെയ്ഡ് നടന്നത്. 40-ലധികം സർക്കാർ വകുപ്പുകളുടെയും സ്ഥാപനങ്ങളുടെയും വിവരങ്ങൾ തട്ടിപ്പിനായി സംഘം ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് കണ്ടെത്തൽ. 2027 നടക്കാനിരിക്കുന്ന സെൻസസിന്റെ ആദ്യഘട്ടമെന്ന നിലയിൽ വീടുകളുടെ കണക്കെടുപ്പ് ഇക്കൊല്ലം ഏപ്രിലിൽ ആരംഭിച്ച് സെപ്റ്റംബർ 30-നുള്ളിൽ പൂർത്തിയാക്കും. രണ്ടാം ഘട്ടമായ 2027 ഫെബ്രുവരിയിൽ ആയിരിക്കും ജനങ്ങളുടെ കണക്കെടുപ്പ്. ഒപ്പം ജാതി സെൻസസും നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഡിജിറ്റൽ മാധ്യമം ഉപയോഗിക്കുന്ന ആദ്യ സെൻസസാണ് ഇത്തവണത്തേത്. മണിപ്പൂർ കലാപക്കേസിൽ മുൻ മുഖ്യമന്ത്രി ബീരേൻ സിംഗിന്റേതായി പുറത്തുവന്ന വിവാദ ശബ്ദരേഖ പരിശോധിക്കണമെന്ന് സുപ്രീം കോടതി. ശബ്ദരേഖ ഫോറൻസിക് പരിശോധനയ്ക്ക് കൈമാറാൻ കോടതി ഉത്തരവ്. പരിശോധനാ റിപ്പോർട്ട് മുദ്രവെച്ച കവറിൽ കൈമാറാനും കോടതി നിർദ്ദേശം നൽകി. ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കറുടെ മകനും ക്രിക്കറ്ററുമായ അർജുൻ ടെണ്ടുൽക്കറുടെ വിവാഹം മാർച്ചിൽ. മുംബൈയിലെ പ്രമുഖ വ്യവസായി രവി ഘായിയുടെ ചെറുമകൾ സാനിയ ചന്ദോക്കാണ് വധു. വിവാഹ ആഘോഷങ്ങൾ 2026 മാർച്ച് 3-ന് തുടങ്ങും. ഹരിയാനയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച ദേശീയ ഷൂട്ടിംഗ് പരിശീലകനെ സസ്പെൻഡ് ചെയ്തു. അത്ലറ്റായ പെൺകുട്ടിയുടെ കുടുംബം നൽകിയ പരാതിയിലാണ് പരിശീലകൻ അങ്കുഷ് ഭരദ്വാജിനെ സസ്പെൻഡ് ചെയ്തത്. പ്രതിക്കെതിരെ പോക്സോ നിയമപ്രകാരം കേസെടുത്തു. ഡൽഹി ദേശീയ ഷൂട്ടിംഗ് മത്സരത്തിനിടെയായിരുന്നു അതിക്രമം. മഹാരാഷ്ട്രയിൽ ബിജെപിയുമായി സഖ്യമുണ്ടാക്കിയതിന് നടപടി നേരിട്ട കോൺഗ്രസ് കൗൺസിലർമാർ ബിജെപിയിൽ ചേർന്നു. നടപടിയെടുത്ത് ഷിൻഡെ പക്ഷ ശിവസേനയ്ക്കെതിരായ നീക്കത്തിൽ ബിജെപിക്കൊപ്പം ചേർന്നവർക്കെതിരെ രാഷ്ട്രീയ വിവാദം അംബർനാഥ് മുനിസിപ്പാലിറ്റിയിൽ. ഹിജാബ്, നിഖാബ്, ബുർഖ, മാസ്ക്, ഹെൽമറ്റ് എന്നിവ ധരിച്ചവർക്ക് പ്രവേശനം നിഷേധിച്ച് ബീഹാറിലെ ജ്വല്ലറികൾ മോഷണവും കവർച്ചയും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് സുരക്ഷാ നടപടി. ഓൾ ഇന്ത്യ ജ്വല്ലേഴ്സ് ആൻഡ് ഗോൾഡ് ഫെഡറേഷനാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. ഉപഭോക്താക്കൾ മുഖം കാണിച്ചാൽ മാത്രമേ ജ്വല്ലറിയിലേക്ക് പ്രവേശനം അനുവദിക്കൂവെന്നും വ്യാപാരികൾ പറയും. ഛത്തീസ്ഗഡിലെ ദന്തേവാഡ ജില്ലയിലെ ബൈലാഡില റിസർവ് വനത്തിൽ ഇരുമ്പയിർ ഖനനത്തിന് അനുമതി നൽകി കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം. ഉയർന്ന ഗുണനിലവാരമുള്ള ഇരുമ്പയിരിന്റെ വൻ നിക്ഷേപമുള്ള സ്ഥലമാണ് ബൈലാഡില. എന്നാൽ ഖനനാനുമതി വന്യജീവികൾക്കും ജലസ്രോതസ്സുകൾക്കും അപൂർവ ഇനം സസ്യജാലങ്ങൾക്കും ഭീഷണിയാകുമെന്നാണ് പരിസ്ഥിതി പ്രവർത്തകരുടെ വാദം. മധ്യപ്രദേശിലെ ഇൻഡോർ മലിനജല ദുരന്തത്തിന് പിന്നാലെ ജനങ്ങളെ കുറ്റപ്പെടുത്തിയുള്ള ബിജെപി എം പി ജ്ഞാനേശ്വർ പട്ടേലിന്റെ വാക്കുകൾ വിവാദമാകുന്നു. ജ്ഞാനേഷിന്റെ ലോക്സഭാ മണ്ഡലത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിൽ എല്ലാം ജനങ്ങളുടെ ഉത്തരവാദിത്തമെന്നായിരുന്നു എം പിയുടെ മറുപടി. ഏത് മുനിസിപ്പൽ കൗൺസിലായാലും ഗ്രാമപഞ്ചായത്തായാലും എല്ലാവരും ഇൻഡോർ സംഭവത്തിൽ നിന്ന് ഒരു പാഠം പഠിക്കണമെന്നും എം പി. ഗുവാഹത്തിയിൽ അയൽവാസികൾക്ക് നേരെ കൊടുവാൾ ഉപയോഗിച്ച് ആക്രമണം നടത്തിയ പ്രതിയെ കീഴടക്കാൻ ശ്രമിക്കുന്നതിനിടെ പോലീസിന്റെ വെടിയേറ്റ് പ്രതി മരിച്ചു. 41-കാരനായ രഞ്ജിത്ത് പാണ്ഡവാണ് കൊല്ലപ്പെട്ടത്. മദ്യപിച്ച് വീട്ടിലും അയൽക്കാർക്കും നിരന്തരം പ്രശ്നങ്ങൾ സൃഷ്ടിച്ച വ്യക്തിയായിരുന്നു പ്രതി. ഉത്തർപ്രദേശിലെ കാൺപൂരിൽ 14-കാരിയെ കൂട്ടബലാത്സംഗം ചെയ്ത കേസിൽ പ്രാദേശിക മാധ്യമ പ്രവർത്തകൻ കസ്റ്റഡിയിൽ. പോലീസ് ഉദ്യോഗസ്ഥനും മാധ്യമപ്രവർത്തകനും ചേർന്ന് ബലാത്സംഗം ചെയ്തതെന്നാണ് ആരോപണം. കുട്ടി അബോധാവസ്ഥയിൽ കിടക്കുന്നത് കണ്ട സഹോദരൻ ഉടൻ പോലീസിനെ വിവരം അറിയിച്ചെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ലെന്നും കുടുംബം ആരോപിക്കുന്നു. കർഷക സമരത്തിൽ പങ്കെടുത്ത 73-കാരിയെ അധിക്ഷേപിച്ച സംഭവത്തിൽ ബിജെപി മാണ്ഡി എംപിയും നടിയുമായ കങ്കണ റണാവത്ത് നേരിട്ട് കോടതിയിൽ ഹാജരാകണമെന്ന് പഞ്ചാബ് കോടതി നിർദ്ദേശം. ജനുവരി 15-ന് നടക്കുന്ന അടുത്ത വാദത്തിൽ ഹാജരാകണമെന്നാണ് നിർദ്ദേശം. പ്രത്യേക ന്യായാധിപ ഉത്തരവ് ഉണ്ടെങ്കിലേ ഇളവ് അനുവദിക്കുകയുള്ളൂവെന്നും കോടതി. കോലാപുരി ചെരുപ്പ് വിവാദത്തിന് പിന്നാലെ ചായയുടെ മണമുള്ള പെർഫ്യൂമുമായി ലക്ഷറി ബ്രാൻഡായ പ്രാഡ ലെസ് ഇൻഫ്യൂഷൻസ് ഡേ പ്രാഡ റേഞ്ചിന്റെ ഭാഗമായാണ് $190 വിലയുള്ള പെർഫ്യൂം അവതരിപ്പിച്ചിരിക്കുന്നത്. 17,000 രൂപയിലധികം വില വരുന്ന പെർഫ്യൂം ജനുവരി 5-നാണ് വിപണിയിൽ എത്തിയത്. ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കറുടെ മകനും ക്രിക്കറ്ററുമായ അർജുൻ ടെണ്ടുൽക്കറുടെ വിവാഹം മാർച്ചിൽ നടക്കും. ബോളിവുഡ് സംവിധായകനും നിർമ്മാതാവുമായ കരൺ ജോഹറിന്റെ ഒരു ചടങ്ങിലെ പെരുമാറ്റത്തെ ചൊല്ലി സോഷ്യൽ മീഡിയയിൽ കടുത്ത വിമർശനം. ഒരു പ്രമോഷൻ വേദിയിൽ വെച്ച് നടി അനന്യ പാണ്ഡെയുടെ ശരീരത്തിൽ അസ്വസ്ഥതയുണ്ടാക്കും വിധം സ്പർശിച്ചതിലെ അനൌചിത്യമാണ് ചർച്ചയായത്. ഗാസയിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 2 പലസ്തീനികൾ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. കെട്ടിടത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. ഹമാസ് സൈന്യത്തെ ലക്ഷ്യമിട്ടുള്ള ആക്രമണം ആയിരുന്നുവെന്ന് ഇസ്രയേൽ സൈന്യം അറിയിച്ചു. സംഭവത്തിൽ ഹമാസ് പ്രതികരിച്ചിട്ടില്ല.
യമനിൽ ഹൂതികൾക്കെതിരെ പോരാട്ടം നയിക്കുന്ന STC നേതാവ് ഐദറൂസ് സുബൈദിയെ പുറത്താക്കി. STCയിൽ ഭിന്നത ശക്തമായതിന്റെ ഭാഗമായാണ് നടപടിയെന്നാണ് സൂചന. കൗൺസിലിലെ മുതിർന്ന നേതാവ് അബ്ദുറഹ്മാൻ അൽ മഹ്റമി താൽക്കാലിക ചുമതല ഏറ്റെടുത്തു. കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോയുമായി ഫോൺ സംഭാഷണം നടത്തിയതായി ഡൊണാൾഡ് ട്രംപ്. ഇരു നേതാക്കളും വാഷിംഗ്ടണിൽ കൂടിക്കാഴ്ച നടത്തുമെന്നും ട്രംപ്. കൊളംബിയയിൽ നിന്ന് അമേരിക്കയിലേക്ക് വലിയ തോതിൽ കൊക്കൈൻ കയറ്റി അയക്കുന്നുവെന്ന ട്രംപിന്റെ ആരോപണത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളായ സാഹചര്യത്തിലാണ് നടപടി. 2027 അമേരിക്കൻ സൈനിക ബജറ്റ് 1 ലക്ഷം കോടിയിലേക്ക് ഉയർത്തി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. മുതിർന്ന ഉദ്യോഗസ്ഥരുമായുള്ള ചർച്ചയ്ക്ക് ശേഷമാണ് തീരുമാനമെന്ന് ട്രംപ്. എതിരാളികളെ തടയാനും രാജ്യത്തെ സുരക്ഷിതമാക്കാനും ഉയർന്ന സൈനിക വിഹിതം ആവശ്യമാണെന്ന് ട്രംപ് സാമൂഹ്യ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. അമേരിക്ക വെനസ്വേലയിൽ നടത്തിയ ആക്രമണത്തിൽ 100 പേർ കൊല്ലപ്പെട്ടതായി ആഭ്യന്തരമന്ത്രി ഡിയോസ്ഡാഡോ ക്യാബെല്ലോ. വെനസ്വേലയുടെ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരടക്കം കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു. മിനിയാപോളിസിൽ ഐസ് ഏജന്റുമാരുടെ വെടിയേറ്റ് സ്ത്രീ മരിച്ച സംഭവത്തിൽ അമേരിക്കയിൽ കനത്ത പ്രതിഷേധം. 37-കാരിയായ റെനി നിക്കോൾ ഗുഡാണ് ഇന്നലെ US ഇമിഗ്രേഷൻ വകുപ്പിന് കീഴിലെ ഐസ് എന്ന കുപ്രസിദ്ധ സേനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. വാഹനം മുന്നോട്ടെടുത്തതിന് ശേഷവും ഐസ് ഉദ്യോഗസ്ഥർ വെടിയുതിർക്കുന്നു. അതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. റഷ്യയുമായി വ്യാപാരം നടത്തുന്ന രാജ്യങ്ങൾക്ക് 500% വരെ അധിക തീരുവ ചുമത്തുന്ന പുതിയ ബിൽ കൊണ്ടുവരാനുള്ള നീക്കത്തിന് ഡൊണാൾഡ് ട്രംപ് അനുമതി നൽകിയതായി സൂചന. പ്രതിരോധ വിദഗ്ധ കൂടിയായ റിപ്പബ്ലിക്കൻ സെനറ്റർ ലിൻസെ ഗ്രേയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. പാസ്സാക്കപ്പെട്ടാൽ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന ഇന്ത്യ, ചൈന, ബ്രസീൽ എന്നീ രാജ്യങ്ങളെ ഈ ബിൽ പ്രതികൂലമായി ബാധിക്കും. ഐക്യരാഷ്ട്രസഭയുമായി ബന്ധപ്പെട്ട 66 അന്താരാഷ്ട്ര കൂട്ടായ്മകളിൽ നിന്ന് പിന്മാറാനൊരുങ്ങി അമേരിക്ക. അമേരിക്കൻ ദേശീയ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന സംഘടനകളെ ലക്ഷ്യമിട്ടാണ് ഈ നടപടിയെന്ന് വൈറ്റ് ഹൗസ് പറഞ്ഞു. എന്നാൽ ട്രംപിന്റെ നടപടിയിൽ അന്താരാഷ്ട്ര സംഘടനകൾ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. സൊമാലിയ സർക്കാരിന് നൽകിയിരുന്ന സഹായങ്ങൾ നിർത്തിവെച്ച അമേരിക്ക സൊമാലിയയിലെ പാവപ്പെട്ടവർക്ക് നൽകാൻ വേൾഡ് ഫുഡ് പ്രോഗ്രാമിന്റെ ഭാഗമായി ദാതാക്കളിൽ നിന്നും വിതരണം ചെയ്ത 76 മെട്രിക് ടൺ ഭക്ഷ്യസഹായം വെയർഹൌസിൽ സൂക്ഷിച്ചിരുന്നു. ഇത് സൊമാലിയൻ ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തതായി ട്രംപ് ഭരണകൂടം ആരോപിച്ചതിന് പിന്നാലെയാണ് നടപടി. ഗ്രീൻലാൻഡ് വിലയ്ക്ക് വാങ്ങുന്നതടക്കം സാധ്യതകൾ ട്രംപ് ഭരണകൂടത്തിന്റെ പരിഗണനയിലെന്ന് വൈറ്റ് ഹൗസ്. സൈനികമായി പിടിച്ചെടുക്കുമെന്ന ഭീഷണിക്ക് പിന്നാലെയാണ് ഡാനിഷ് പ്രവിശ്യയ്ക്ക് മേലുള്ള പിടിവിടില്ല എന്ന് വ്യക്തമാക്കുന്ന പ്രസ്താവന. ഡൊണാൾഡ് ട്രംപും US സംഘവും ഇത് സംബന്ധിച്ച് സജീവ ചർച്ചകളിലാണെന്നും വൈറ്റ് ഹൗസ് വക്താവ് കാരോലിൻ ലീവിറ്റ് പറഞ്ഞു. റഷ്യൻ ആക്രമണത്തിന് പിന്നാലെ തെക്കുകിഴക്കൻ യുക്രൈനിലെ 2 പ്രവിശ്യകൾ ഇരുട്ടിൽ. ഡിനിപ്രോസ്, സപ്പോരിഷ്യ പ്രവിശ്യകളിൽ ബുധനാഴ്ച രാത്രി മുതൽ വൈദ്യുതി പൂർണ്ണമായും വിച്ഛേദിക്കപ്പെട്ടെന്ന് യുക്രൈൻ ഊർജ്ജ മന്ത്രി ടെലഗ്രാമിൽ അറിയിച്ചു. രാജ്യം അതിശൈത്യത്തെ നേരിടുന്നതിനിടെയാണ് യുക്രൈനിലെ ഊർജ്ജ സംവിധാനങ്ങളെ ലക്ഷ്യമിട്ട് റഷ്യ നിത്യേനെ എന്ന നിലയ്ക്ക് ആക്രമണം നടത്തുന്നത്. ഓസ്ട്രേലിയയിൽ വിവിധ ഭാഗങ്ങളിൽ ഉഷ്ണതരംഗം രൂക്ഷമാകുന്നു. തീപിടുത്തം ഉണ്ടാകാനുള്ള സാധ്യതയുള്ളതിനാൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. ക്വീൻസ്ലാൻഡ് ഒഴികെയുള്ള ഓസ്ട്രേലിയയിലെ എല്ലാ പ്രദേശങ്ങളിലും ഉയർന്ന താപനിലയാണുള്ളത്. വടക്കൻ പ്രദേശങ്ങളിൽ 450 സ്കൂളുകളും ചൈൽഡ് കെയർ സെന്ററുകളും അടച്ചുപൂട്ടി. പെറുവിൽ റിക്ടർ സ്കെയിലിൽ 5.5 തീവ്രത രേഖപ്പെടുത്തിയ നേരിയ ഭൂചലനം. വടക്കൻ പെറുവിൽ 10 കിലോമീറ്റർ ആഴത്തിലാണ് ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം. ന്യൂഡൽഹിയിൽ നടക്കുന്ന അന്താരാഷ്ട്ര പുസ്തകമേളയിൽ ഖത്തർ അതിഥി രാഷ്ട്രമാകും. ഗസ്റ്റ് ഓഫ് ഓണർ എന്ന പദവിയാണ് ഖത്തറിന് നൽകിയിരിക്കുന്നത്. ഒമാനിൽ നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യയുടെ ഉപയോഗം വിപുലീകരിക്കാൻ തീരുമാനം. സർക്കാർ സേവനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുകയാണ് ലക്ഷ്യം. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള ഫിറ്റ്നസ് സെന്ററിന് റിയാദിൽ തുടക്കമായി. 2200 അടി ഉയരത്തിൽ പറക്കുന്ന ഹോട്ട് എയർ ബലൂണിലാണ് ജിം സജ്ജീകരിച്ചിരിക്കുന്നത്. ഇസ്രാ മിറാജ് ദിനത്തോടനുബന്ധിച്ച് ജനുവരി 18 കുവൈറ്റിൽ പൊതു അവധിയായിരിക്കുമെന്ന് സിവിൽ സർവീസ് കമ്മീഷൻ അറിയിച്ചു. 18 ഞായറാഴ്ചയായതിനാൽ വാരാന്ത്യ അവധിയടക്കം 3 ദിവസങ്ങൾ ഒരുമിച്ച് അവധി ലഭിക്കും. എന്നാൽ അടിയന്തര സേവനങ്ങൾ നൽകേണ്ട സ്ഥാപനങ്ങൾക്ക് ഈ അവധി ബാധകമല്ല. കിയ ഇന്ത്യ പുതിയ കിയ സെൽറ്റോസിന്റെ നിർമ്മാണം ആരംഭിച്ചു. ആന്ധ്രാപ്രദേശിലെ അനന്തപൂർ പ്ലാന്റിലാണ് നിർമ്മാണം. പുതിയ തലമുറയേക്കാൾ വലിപ്പത്തിലും സാങ്കേതിക വിദ്യയിലും കൂടുതൽ മുന്നേറിയ മോഡലാണെന്ന് കമ്പനി അവകാശപ്പെടുന്നു. 2 പുത്തൻ ഫീച്ചറുകളുമായി സ്പോട്ടിഫൈയിൽ ഉപയോക്താക്കൾക്ക് സുഹൃത്തുക്കൾ എന്താണ് കേൾക്കുന്നതെന്ന് അറിയാനും അത് പങ്കിട്ട് കേൾക്കാനുമുള്ള ഫീച്ചറാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. റിക്വസ്റ്റ് ജാം എന്ന മറ്റൊരു ഫീച്ചറും അവതരിപ്പിച്ചിട്ടുണ്ട്.
ആധാർ സേവനങ്ങളുടെ പ്രചാരം വളർത്തുന്നതിന്റെ ഭാഗമായി UIDAI പുതിയ ആധാർ മാസ്കോട്ട് പുറത്തിറക്കി. തൃശൂർ സ്വദേശിയായ അരുൺ ഗോകുലാണ് ഉദയ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ മാസ്കോട്ട് രൂപകൽപ്പന ചെയ്തത്. ആധാറുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലളിതമായി മനസ്സിലാക്കാൻ ജനങ്ങളെ സഹായിക്കും. കേന്ദ്ര IT മന്ത്രാലയത്തിന് കംപ്ലയൻസ് റിപ്പോർട്ട് സമർപ്പിച്ച് ഇലോൺ മസ്കിന്റെ എക്സിന്റെ AI ചാറ്റ്ബോട്ടായ ഗ്രോക്ക് AI അശ്ലീല ചിത്രങ്ങൾ നിർമ്മിക്കാതിരിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് കംപ്ലയൻസ് റിപ്പോർട്ടിൽ. ജനുവരി 2-നാണ് AIയുടെ ദുരുപയോഗം അടിയന്തരമായി തടയണമെന്നാവശ്യപ്പെട്ട് എക്സിന് കേന്ദ്ര സർക്കാർ നോട്ടീസ് അയച്ചത്. ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഉറക്കത്തിലൂടെ പ്രവചിക്കാനുള്ള നിർമ്മിത ബുദ്ധിയുമായി സ്ലീപ്പ് FM 65,000 പേരിൽ നിന്നായി ശേഖരിച്ച ഉറക്കവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഉപയോഗിച്ചാണ് ഈ നിർമ്മിത ബുദ്ധിയെ പരിശീലിപ്പിച്ചത്. US സ്റ്റാൻഫോർഡ് സർവകലാശാലയിലെ ഗവേഷക സംഘമാണ് പഠനത്തിന് പിന്നിൽ. പുതിയ ഇലക്ട്രിക് SUV പ്രോട്ടോടൈപ്പ് അവതരിപ്പിച്ച് സോണി ഹോണ്ട കൂട്ടുകെട്ട്. അഫീല എന്ന് പേരിട്ടിരിക്കുന്ന ഇലക്ട്രിക് SUV 2028ഓടെ അമേരിക്കൻ വിപണിയിലെത്തും. രൂപകൽപ്പനയിൽ മിനിമലിസ്റ്റിക് പാറ്റേൺ പിന്തുടരുന്നതാണ് ഈ വാഹനം. പുതിയ രൂപത്തിൽ ടൊയോട്ട അർബൻ ക്രൂയിസർ EV എത്തുന്നു. മാരുതി സുസുക്കി വിറ്റാരയുടെ പുനർനിർമ്മിതമായ ഒരു മോഡലാണിത്. 500 കിലോമീറ്ററിൽ കൂടുതൽ റേഞ്ചും ആകർഷകമായ ഫീച്ചറുകളുമായാണ് വാഹനം എത്തുന്നത്. പരാശക്തിയിൽ ബേസിൽ ജോസഫ് ക്യാമിയോ റോളിലെത്തുമെന്ന് നടൻ ശിവകാർത്തികേയൻ കൊച്ചിയിൽ ചിത്രത്തിന്റെ പ്രൊമോഷൻ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയപ്പോഴാണ് താരത്തിന്റെ വെളിപ്പെടുത്തൽ. ബേസിലിനൊപ്പം സിനിമയിൽ വർക്ക് ചെയ്യാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും ശിവകാർത്തികേയൻ പറഞ്ഞു. ചിത്രം ജനുവരി 10-ന് റിലീസ് ചെയ്യും. മമ്മൂട്ടി നായകനായി 2016 ഇറങ്ങിയ ചിത്രം കസബ വീണ്ടും എത്തുന്നതായി റിപ്പോർട്ട്. മമ്മൂട്ടിയുടെ രാജൻ സക്രിയ എന്ന കഥാപാത്രം ഒരു വരവ് കൂടി വരുമെന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്റർ പങ്കുവെച്ച് നിർമ്മാതാവ് ജോബി ജോർജ് തടത്തിൽ. ചിത്രത്തിന് 2ാം ഭാഗമാണോ അതോ റിലീസാണോ ജോബി എന്നതിൽ വ്യക്തതയില്ല. നിഖില വിമൽ ചിത്രമായ പെണ്ണുകേസ് ജനുവരി 10-ന് റിലീസ് ചെയ്യുമെന്ന് പുതിയ അനൗൺസ്മെന്റ്. കേസ് നേരത്തെ വിളിച്ചു എന്ന പോസ്റ്ററോടെയാണ് പെണ്ണുകേസിന്റെ റിലീസ് തീയതി മാറ്റം പ്രഖ്യാപിച്ചത്. നവാഗതനായ ഫെബിൻ സിദ്ധാർത്ഥാണ് സംവിധാനം. ബോളിവുഡ് സംവിധായകനും നിർമ്മാതാവുമായ കരൺ ജോഹറിന്റെ പെരുമാറ്റത്തെ ചൊല്ലിയുള്ള വീഡിയോ വൈറലാകുന്നു. പ്രൊമോഷൻ വേദിയിൽ വെച്ച് നടി അനന്യ പാണ്ഡെയുടെ ശരീരത്തിൽ അസ്വസ്ഥതയുണ്ടാക്കും വിധം സ്പർശിച്ചതിലെ അനൗചിത്യമാണ് ചർച്ചയാകുന്നത്. കരൺ ജോഹർ കൈകൊണ്ട് സ്പർശിക്കുമ്പോൾ അനന്യയുടെ മുഖത്ത് അസ്വസ്ഥത കാണാമെങ്കിലും കൈയെടുക്കാൻ അദ്ദേഹം തയ്യാറായില്ല. ജനനായകന്റെ റിലീസ് മാറ്റിവെച്ചതിന് പിന്നാലെ വിജയ്ക്ക് പിന്തുണയുമായി സിനിമാ താരം രവി മോഹൻ. ഹൃദയം തകരുന്നു വിജയ് അണ്ണ എന്നാരംഭിച്ചുകൊണ്ടുള്ള പോസ്റ്റിൽ നിങ്ങളുടെ തീയതി എപ്പോഴാണോ അപ്പോഴാണ് പൊങ്കൽ ആരംഭിക്കുന്നത് എന്നും രവി മോഹൻ പറയുന്നു. ദശലക്ഷക്കണക്കിന് സഹോദരന്മാരിൽ ഒരാളായി കൂടെ നിൽക്കുന്നുവെന്നും താരം പോസ്റ്റിൽ വ്യക്തമാക്കി. ദിലീപ് നായകനായ ചിത്രം ഭാഭ ജനുവരി 16-ന് OTT-യിലെത്തും. C5-ലാണ് ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുക. ചിത്രത്തിൽ മോഹൻലാൽ ശക്തമായ അതിഥി വേഷത്തിൽ എത്തിയിരുന്നു. നൂറിൻ ഷെരീഫും ഭർത്താവ് ഫാഹിം സഫറും ചേർന്നാണ് തിരക്കഥ രചിച്ചത്. ദക്ഷിണേന്ത്യയിലെ സൂപ്പർ താരം തമന്ന ഭാട്ടിയ 1 മിനിറ്റിന് 1 കോടി രൂപ പ്രതിഫലം വാങ്ങുന്നതായി റിപ്പോർട്ടുകൾ. ഗോവയിലെ ന്യൂ ഇയർ പരിപാടിക്ക് താരം വാങ്ങിയ പ്രതിഫലമാണിപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ ചർച്ചയായിരിക്കുന്നത്. 6 മിനിറ്റ് നീണ്ടുനിന്ന നൃത്ത പരിപാടിക്ക് നടി 6 കോടി രൂപയാണ് പ്രതിഫലമായി വാങ്ങിയത്. നായികയായി AI അവതരിപ്പിച്ച സൂസി എന്ന ഹ്രസ്വചിത്രം ശ്രദ്ധേയമാകുന്നു. മുഴുനീള വേഷത്തിൽ AI യുവതി നായികയാകുന്ന ആദ്യ ഷോർട്ട് ഫിലിമാണിത്. ജെറി ടൈറ്റ്ലറാണ് ചിത്രത്തിന്റെ രചനയും സംവിധാനവും.